അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ സീക്വൻസ് ആൻഡ് സീരീസ്, അതിൻ്റെ അകത്ത് GP ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, അല്ലെ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്, ആ മോഡൽ ചോദ്യമാണിത്. നോക്കിയേ, ഫൈൻഡ് ദ സം ഓഫ് 7 + 77 + 777 + എക്സെട്ര അപ് ടു n ടേംസ് കേട്ടോ. അതായത് 7 + 77 + 777 + എക്സെട്ര. ഈ 7ന് പകരം വേറെ ഏതെങ്കിലും ചോദിക്കുക. ഇപ്പോൾ 3 + 33 + 3333, 4 + 44 + 444 എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള നമ്പർ വെച്ച് ചോദിക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരൊറ്റ മോഡലിലാണ് എല്ലാം ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചിരിക്കണം, ഒരേ പാറ്റേണിൽ ചെയ്തു പോകേണ്ടതാണ്. അപ്പോൾ എല്ലാം ചെയ്യേണ്ടത് ഒരേ രീതിയിലാണ്, ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയടാ, നമ്മളോട് ഇവർ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ്? 7 + 77 + 777 + 777 + എക്സെട്ര. ഇത് മൊത്തം എത്ര ഉണ്ട്? n ടേംസ് ഉണ്ട് കേട്ടോ, മൊത്തം n ടേംസ്. ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണം. ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഇത് GP ആണോ, ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണോ? എടാ 7നെ 11 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 77 കിട്ടി. 77നെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 777 കിട്ടുന്നത്? അല്ല. അതായത് ഒരേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതല്ല. അപ്പോൾ ഈ സാധനം GP അല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇതിനെ നമ്മൾ GP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് GP മാത്രമേ ചെയ്യാൻ അറിയാവുള്ളൂ, അല്ലേ? ജിയോമെട്രിക് പ്രോഗ്രഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ അറിയാവുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ GP ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ഒന്നുമില്ല. ആദ്യത്തെ സ്റ്റെപ്പിൽ ഇത് 7 + 777 ആ സാധനമായതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് 7 നമുക്ക് കോമൺ എടുക്കാം. 7 എടുത്ത് പുറത്തേക്ക് വെക്കാം. അതായത് എല്ലാ നമ്പറിനെയും നമ്മൾ 7 കൊണ്ട് ഹരിച്ച് പറയണം. എല്ലാ നമ്പറിനെയും 7 കൊണ്ട് ഹരിച്ച് പറയണം. ഹരിക്കാം, പറഞ്ഞേ. 7ന് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വരും. പ്ലസ് 77ന് 7 കൊണ്ട് ഹരിച്ചെഴുതുമ്പോൾ 11 വരും. ഇവിടെ നോക്കി, 7 എടുത്ത് പുറത്ത് വെച്ചപ്പോൾ ബാക്കി 1. വീണ്ടും 7 എടുത്ത് പുറത്ത് വെക്കുമ്പോൾ ഇവിടെ ബാക്കി 7 അല്ല വരുന്നത്, ഹരിച്ച് വേണം, ഡിവൈഡ് ചെയ്ത് വേണം എഴുതാൻ. 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 77നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11, 777നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 111, പ്ലസ് 7777നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1111, പ്ലസ് എക്സെട്ര. ഇത് മൊത്തം എത്ര ഉണ്ട്? n ടേംസ് ഉണ്ട്. അത് ഓർത്തോണം കേട്ടല്ലോ. അപ്പോൾ 7 എടുത്ത് നമ്മൾ പുറത്ത് വെച്ചു. ഇനി ഇത് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഇത് കിട്ടുമെന്ന് നോക്കിയത് 7 × 1 7, 7 × 11 77, 7 × 111 777, എല്ലാം കിട്ടുന്നുണ്ട്. ശരിയാണ്. ഇനി ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് GP ആയ 1നെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 11 കിട്ടി. 11നെ വീണ്ടും 11 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 111 കിട്ടുമോ? ഇല്ല, ഇപ്പോഴും GP ആയിട്ടില്ല. ഇതിനെ GP ആക്കാൻ നമ്മൾ വേറൊരു കാര്യം ചെയ്യും. ഇതേ ശ്രദ്ധിച്ചോളാം. ഇതിൻ്റെ അകത്തുള്ള എല്ലാ നമ്പറിനെയും നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ്? 9 കൊണ്ട് ഗുണിക്കും. അത് ശ്രദ്ധിച്ചു. ഇനി നമ്മൾ 9 കൊണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം, 9 കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ 9 കൊണ്ട് ഡിവൈഡ് കൂടി ചെയ്യണം. കേട്ടല്ലോ. ഇതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. നോക്കിയേ, ഈ 7/7നെ ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസിനെയും നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 7 × 9 1 + 11 + 111 + എക്സെട്ര അപ് ടു n ടേംസ്. കേട്ടല്ലോ. ഇനി നമ്മൾ 9 ഇൻറ്റു ചെയ്തത് കാരണം അതിന്റെ വാല്യൂവിന് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി 9 കൊണ്ട് നമ്മൾ ഡിവൈഡും ചെയ്യും. കേട്ടല്ലോ. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ 9 നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പുറത്ത് 7/9 അതുപോലെ തന്നെ. ഇനി ഈ 9 ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ 9 × 1 9, പ്ലസ് 9 × 11 99, പ്ലസ് 9 × 111 999, പ്ലസ് 999, പ്ലസ് എക്സെട്ര. ഇത് മൊത്തം എത്ര ടേംസ് ഉണ്ട്? n ടേംസ് ഉണ്ട്. കേട്ടല്ലോ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ 9നെ ഇതിപ്പോഴും GP ആയെന്ന് നോക്കി. 9നെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 99, 99നെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണോ 999? അല്ല, ഇപ്പോഴും GP ആയിട്ടില്ല. GP ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഈ 9നെ 10 - 1 എഴുതും. 10 ൽ നിന്ന് കുറച്ച് 9 എഴുതാമല്ല. 99നെ എങ്ങനെ എഴുതും? 100 - 1 എഴുതും. 999 എങ്ങനെ എഴുതും? 1000 - 1 എഴുതും. 9999 എങ്ങനെ എഴുതും? 10,000 - 1 എഴുതും. അങ്ങനെ എല്ലാത്തിനും എഴുതും. അപ്പൊ ഇവിടെ നോക്കിയേ, 7/9 അതുപോലെ തന്നെ. ഇതിനെ എങ്ങനെ എഴുതാം? 9നെ 10 - 1 എഴുതി, പ്ലസ് 99നെ 100 - 1 എഴുതി, പ്ലസ് 999നെ 1000 - 1 എഴുതി, പ്ലസ്
9999 10,000 മൈനസ് 1 എന്ന് എഴുതി പ്ലസ് എക്സെട്ര. മൊത്തം എത്ര ടേംസ് ഉണ്ട്? n ടേംസ് ഉണ്ട്. കേട്ടല്ലോ. ഇനി നോക്കിയേ 7/9. വേറൊരു കാര്യം ചെയ്യുവാണ്. ഈ 10, 100, 1000, 10,000 എല്ലാം ഒരുമിച്ച് എഴുതുവാണ്. ഇതേ നോക്കിയേ 10 പ്ലസ് ഈ 100 എഴുതി പ്ലസ് ഈ 1000 എഴുതി പ്ലസ് ഈ 10,000 എഴുതി പ്ലസ് എക്സെട്ര. ഇത് മൊത്തം എത്ര ടേംസ് ഉണ്ടാ? n ടേംസ് ഉണ്ട്. അറിയാം. നോക്കിയേ പ്ലസ്. ഇനി കിടക്കുന്ന സാധനം നോക്കിയേ, ഇവിടെ ഒരു മൈനസ് ഒന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു മൈനസ് ഒന്നുണ്ട്, ഇപ്പുറത്ത് ഒരു മൈനസ് ഒന്നുണ്ട്, ഇവിടെ ഒരു മൈനസ് ഒന്നുണ്ട്, ഇവിടെ ഒരു മൈനസ് ഒന്നുണ്ട്. അങ്ങനെ ഇതും എത്ര ഉണ്ട്? ഇതും n ടേംസ് ഉണ്ട്. എടാ ഇനി ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കണം. നോക്കിയേ ഈ 7/9 നിങ്ങൾ വിട്. ഇതിന്റെ അകത്ത് ഇപ്പൊ നോക്കിയേ 10, 100, 1000, 10,000. ഇതിപ്പോ ജി പി ആയില്ലേ? നോക്കിയേ 10നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 100, 100നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000, 1000നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10,000. ഇപ്പൊ ജി പി ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ജി പി ആക്കാനാണ് നമ്മൾ ഇത്രയും പണി ചെയ്തത്. അപ്പൊ ഇനി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. ശ്രദ്ധിച്ചു. ആദ്യം 10, 100, 1000, 10,000. അത് ശ്രദ്ധിച്ചോളണം. 7/9 അതുപോലെ തന്നെ എഴുതി. 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എക്സെട്ര. ഇത് മൊത്തം n ടേംസ്. ഇനി അടുത്തുള്ളത് -1, -1, -1, -1 എന്നും പറഞ്ഞ് അതും എക്സെട്ര n ടേംസ് ഉണ്ട്. ശ്രദ്ധിക്കണം. ഇത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി കണ്ടുപിടിക്കുവാണേ. 10, 100, 1000, 10,000 മൊത്തം n എണ്ണം ഉണ്ട്. ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സം ഈക്വൽ ടു ഇക്വേഷൻ a × r−1/r−1. r ഒന്നിൽ കൂടുതലാണെങ്കിൽ ഈ ഇക്വേഷൻ അല്ലേ? അപ്പൊ സൈഡിൽ ഇക്വേഷന്റെ നമ്പറുകൾ എഴുതുക. a എത്രയാണ്? ഫസ്റ്റ് ടൈം എത്രയാണ്? 10. 10. r കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 10, 10 കിട്ടി. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൊത്തം എത്ര ടേംസിന്റെ സമ്മ് കാണണം? മൊത്തം എത്ര വരെ ഉണ്ട്? n വരെ ഉണ്ട്. അപ്പൊ n തന്നെ എഴുതുക. അപ്പൊ എന്ത് വരും? a എന്ന് പറഞ്ഞാൽ 10 ആണ് ഇൻറ്റു r⁻n എന്ന് പറഞ്ഞാൽ 10⁻n−1 ബൈ 10-1 വന്നല്ലോ. ഈ 10-1നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 10⁻n−1 ബൈ 9. ഇത്രയും മതി. ഇനി ചെറുതാക്കണ്ട. ഇത്ര എഴുതുക. ഇത്രയും നമുക്കറിയാലോ. അപ്പൊ ശ്രദ്ധിച്ചേ 7/9 അതുപോലെ തന്നെ എഴുതി. ഇതിന്റെ അകത്ത് ഇതിന്റെ സമ്മ് നമുക്ക് കിട്ടി 10 × 10⁻n−1 ബൈ 9. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ -1, -1, -1, -1, -1 അതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? ശ്രദ്ധിച്ചേ -1, -1 ഇത് രണ്ടെണ്ണം ആഡ് ചെയ്തപ്പോൾ എത്ര വന്നതാണ് ഉത്തരം? -2 ഉത്തരം വന്നു അല്ലേ? വേറൊരെണ്ണം -1, -1, -1, -1. ഇത് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പൊ ഇതിന്റെ 4 എണ്ണത്തിന്റെ സമ്മ് എത്ര വന്നു? -1, -1, -1, -1 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? -4 വന്നു. അതുപോലെ -1, -1, -1, -1, മൊത്തം 5 എണ്ണം ഉണ്ട്. മൊത്തം 5 -1 വരുമ്പോൾ അതിന്റെ ഉത്തരം എത്രയാണ്? -5 അല്ലേ? ഇങ്ങനെ -1 എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞേക്കണം? n എണ്ണം ഉണ്ടെന്നല്ലേ പറഞ്ഞോ? 2 എണ്ണം ഉള്ളപ്പോൾ -2, 4 എണ്ണം ഉള്ളപ്പോൾ -4, 5 എണ്ണം ഉള്ളപ്പോൾ -5. n ഉണ്ടെങ്കിൽ അവിടെ മൊത്തം എത്ര എണ്ണം ഉണ്ടാവും? -n. ഇത്രയും ആണ് ഇതിന്റെ സമ്മ്. കേട്ടല്ലോ? അതായത് 7 + 77 + 777 സമ്മ് എത്ര വന്നു? ഇത് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 7 എടുത്ത് കോമൺ എടുക്കുക. അപ്പൊ 1 + 11 + 111 എന്ന് പറഞ്ഞു വരും. ഇതിനെ 9 കൊണ്ട് ഗുണിക്കുക. വില വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനെയും 10 - 1 100 - 1 എന്ന് പറഞ്ഞ് എഴുതുക. അതിൻ്റെ അകത്ത് 10, 100, 1000 ഒരുമിച്ച് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്പറുകൾ മാറ്റി അപ്പുറത്തേക്ക് എഴുതുക. അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. ഇത്ര ഉള്ളു ചെയ്യാൻ. കേട്ടല്ലോ? നമുക്ക് വേറൊരു മോഡൽ, അതായത് ഈ 777 വരെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്ന ചെറിയ സംശയങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കോളും. ഇതേ ശ്രദ്ധിച്ചു. എടാ അപ്പൊ ശ്രദ്ധിച്ചു. 5 + 55 + 555 അതാണ് ചെയ്യാൻ പോകുന്നത്. നോക്കിയോ. ആദ്യം നമ്മൾ എന്താ പറഞ്ഞേക്കണം? ഇത് 5 കൊണ്ട് എഴുതിയിരിക്കുന്നതായതുകൊണ്ട് ഇതിന്റെ അകത്ത് നിന്ന് എന്ത് കോമൺ എടുക്കാം? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്നുകൂടി എഴുതാം. 5 + 55 + 555 + 5555 പ്ലസ് എക്സെട്ര. മൊത്തം എത്ര ടേംസ് ഉണ്ട്? n ടേംസ് ഉണ്ട്. കേട്ടല്ലോ? ബ്രാക്കറ്റ് കണ്ടല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഇതിന്റെ അകത്ത് നിന്ന് ആദ്യം 5 ആയതുകൊണ്ട് 5 കോമൺ എടുക്കണം. 5 കോമൺ എടുക്കുമ്പോൾ ഇവിടെ 1, ഇവിടെ 11, ഇവിടെ 111, ഇവിടെ 1111 പ്ലസ് എക്സെട്ര. മൊത്തം n ടേംസ്. ഞാൻ എന്തിനാ ഈ ബ്രാക്കറ്റ് ഇടണം ഞാനിങ്ങനെ ആലോചിക്കുന്നു. മൊത്തം n ടേംസ്. ബ്രാക്കറ്റ് ഇടണം. തെറ്റിച്ച് ബ്രാക്കറ്റ് എടുത്തല്ലേ നമ്മൾ.
കേട്ടല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇതിനെല്ലാത്തിനെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെല്ലാത്തിനെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വിലക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി 9 കൊണ്ട് ഡിവൈഡും ചെയ്യണം. അപ്പൊ എങ്ങനെ വന്നു? ഇവിടെ 1 + 11 + 111 + 1111 + എക്സെട്ര മൊത്തം n ടേംസ്. ഇനി എന്ത് ചെയ്യണം? ഈ 9 ഉള്ളിലേക്ക് കൊടുക്കുവാണ്. ഈ 9 എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ എന്ത് വന്നു? 5/9 അതുപോലെ തന്നെ 9 + 99 + 999 + എക്സെട്ര മൊത്തം n ടേംസ്. ഇനി എന്ത് ചെയ്യണം? ഈ 9നെയൊക്കെ എങ്ങനെ എഴുതണം? 10 - 1, 100 - 1, 1000 - 1, 10000 - 1 + എക്സെട്ര മൊത്തം എത്ര ടേംസ്? n ടേംസ്. ഇനി 10, 100, 1000 ഒക്കെ ഒരുമിച്ച് എഴുതുവാണ്. അപ്പോൾ 10 + 100 + 1000 + 10000 + എക്സെട്ര ഇത് മൊത്തം എത്ര ടേംസ് ഉണ്ട്? n ടേംസ്. പിന്നെ എന്താണ്? എല്ലാത്തിൻ്റെയും കൂടെ -1. അപ്പൊ അതെല്ലാം കൂടി -1 -1 -1 -1 എന്നും പറഞ്ഞ് അതും പോവും. അതും മൊത്തം എത്ര ഉണ്ട്? n ടേംസ്. കേട്ടല്ലോ. ഇനി ഇതേ നമ്മളിത് ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പോവുകയാണേ. ഇതിന്റെ മാത്രം എങ്ങനെ കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞത്? 10 + 100 + 1000 + എക്സെട്ര ആണ് മൊത്തം n വരെയുള്ളതിന്റെ സമ്മ കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്തായിരുന്നു? a × r⁻n - 1/r - 1. a എത്രയാണ്? 10. r എത്രയാണ്? 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100/10 ആൻസർ 10. n എത്രയാണ്? n അതായത് എത്ര ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം? n ടേംസിന്റെ. ഇനി വെറുതെ ഇട്ട് കൊടുത്താൽ മതി. a 10, r 10 -1/10 - 1. അപ്പൊ ആൻസർ എത്ര വന്നു? 10 × 10⁻n - 1/9 കിട്ടി. ഇനി എന്താണ്? ഇതിന്റെ സമ്മായിട്ട് ഇത് എഴുതാമല്ലോ. അപ്പൊ ആൻസർ എങ്ങനെ വരും? 5/9 × ഇതിന്റെ സമ്മാണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. 10 × 10⁻n - 1/9. ഇനി ഇവിടെ നോക്ക്. -1 -1 -1 അങ്ങനെ n വട്ടം. -1 3 വട്ടം കൂട്ടിയാൽ -3, -1 5 വട്ടം കൂട്ടിയാൽ -5, -1 10 വട്ടം കൂട്ടിയാൽ -10, -1 n വട്ടം കൂട്ടിയാൽ -n. ഇത്രേ ഉള്ളൂ ആൻസർ. ഇതാണ് ആൻസർ. നോക്കിയേ, ഇതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. 5 മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇപ്പൊ 3 + 33 + 330 ആണെങ്കിൽ അതിന്റെ ആൻസർ എന്ത് വരും? 3/9 എന്താണ്? 10 × 10⁻n - 1/9 - n എന്ന ആൻസർ വരും. ഇതിങ്ങനെ ഒരേ മോഡലിൽ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. വിട്ട് കളയരുത്. വെറുതെ മാർക്ക് കളയേണ്ടി വരില്ലെങ്കിൽ. അപ്പോൾ വെറുതെ ഒരേ മോഡലിനെ കൊണ്ട് ചെയ്തു പോവുക. അത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത പാർട്ടിൽ കാണാം.